ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ ഒന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എങ്കും നിറൈന്തതിരറ്റിമയാതവരിൻ പുറുചിർച്ചുടരേ പൊങ്കും പവക്കടലിർപ്പടിയാത പടിക്ക് ഉന്നരുൾ പുരിവായ് തിങ്കത്തിരുമുടിയിற்றிകളും ദിവ്യ തേജോമയാനന്ദമേ തങ്കക്കൊടിയെ നമ്മை തടുത്താட்கொள்வாய் നീ കരുണാനിധിയേ. എങ്കും നിറൈന്തതിരറ്റിമയാതവരിൻ പുറുചിർച്ചുടരേ പൊങ്കും പവക്കടലിർപ്പടിയാത പടിക്ക് ഉന്നരുൾ പുരിവായ് തിങ്കത്തിരുമുടിയിற்றிകളും ദിവ്യ തേജോമയാനന്ദമേ തങ്കക്കൊടിയെ നമ്മை തടുത്താட்கொள்வாய் നീ കരുണാനിധിയേ. എങ്കും നിറൈന്തു, എല്ലായിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട്, എതിരറ്റ് അതുല്യനായി, ഇമയ്യാതവർ കണ്ണിമയ്ക്കാത്തവരത് ജ്ഞാനികളുടെ, ഇൻപുറു ആനന്ദത്തിന് ഉറവിടമായ, ചിർച്ചുടരേ ചിത്സ്വരൂപമായ ജ്യോതിസേ പൊങ്കും പവക്കടലിർ പൊങ്ങി വരുന്ന ഭവക്കടലിൽ സംസാരസാഗരത്തിൽ പടിയാത പടിക്ക് വീണുപോകാതിരിക്കത്തക്കവണ്ണം ഉൻ അരുൾ പുരിവായ് നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. തിങ്കത്തിരുമുടിയിറ്റികളും തിരുമുടിയിൽ ശോഭിക്കുന്ന ചന്ദ്രക്കലയുടെ, തിങ്കൾ തിരുമുടിയിൽ തികഴും എന്നാണ് ഈ പ്രയോഗത്തെ ഇഴപിരിച്ച് മനസ്സിലാക്കേണ്ടത്. ദിവ്യമായ തേജോമയാനന്ദമേ, തേജോമയാനന്ദമേ തങ്കക്കൊടിയേ തങ്കലതയെ നമ്മை നമ്മെ എന്നെ തടുത്ത് രക്ഷിച്ച് ആட்கொள்வாய் നീ ചേർത്തണയ്ക്കുമാറാകണമേ. കരുണാനിധിയേ, കരുണാനിധി. പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു വിരാജിക്കുന്ന പൊരുളെ, അതുല്യനായി വർത്തിക്കുന്നവനെ, കണ്ണിമയ്ക്കാതെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ജ്ഞാനികൾക്ക് ആനന്ദത്തിൻ്റെ ഉറവിടമായിരിക്കുന്നവനെ, ജ്ഞാനസ്വരൂപതയോടുകൂടിയ മഹാതേജസ്സേ, പൊങ്ങി ഉയർന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാര സമുദ്രത്തിൽ വീണു പോകാതിരിക്കത്തക്ക വിധം നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ് നീ എന്നെ ചേർത്തണച്ച് സംരക്ഷിക്കുമാറാകണമേ. ഈ പാടലിലെ ഓരോ വരിയും നമുക്ക് വിശദമായി വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. എങ്കും നിറൈന്ത് എതിരറ്റ് ഇമയാതവർ ഇൻപുറു ചിർച്ചുടരേ, ഇതാണ് ആദ്യത്തെ വരി. ഇമയാതവർ എന്ന പദത്തിൻ്റെ വാഗർത്ഥം കണ്ണു ചിമ്മാത്തവർ എന്നാണ്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ദേവപര്യായമായും ഈ പദം പ്രയോഗിക്കാറുണ്ട്. കണ്ണ് തുറന്നു പിടിച്ചാൽ വെളിച്ചവും കണ്ണടച്ചാൽ ഇരുട്ടുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കൺമുന്നിൽ ഒരിക്കലും ഇരുട്ട് അനുഭവപ്പെടാത്തവർ, അഥവാ എല്ലായ്പ്പോഴും വെളിച്ചം അനുഭവിക്കുന്നവരാണ് ഇമയാതവർ. ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ എപ്പോഴും കണ്ണ് തുറന്നിരിക്കുന്നവരാണെന്നൊരു സങ്കല്പമുണ്ട്. അജ്ഞതയുടെ നേർക്ക് ദൃഷ്ടി പായിക്കാത്തവരാണ് ദേവന്മാർ എന്നാണ് ഈ സങ്കല്പം അർത്ഥമാക്കുന്നത്. ദേവപര്യായമായ ഇമയാതവർ എന്ന വിശേഷണം ജ്ഞാനികൾക്കും യോജിച്ചത് തന്നെ.
ചിർച്ചുടരേ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ചിത്താകുന്ന തേജോ രൂപമേ എന്നാണ്. ചിത്ത് അറിവിൻ്റെ പ്രതിഷ്ഠയായതുകൊണ്ട് ഈ പ്രയോഗത്തെ ജ്ഞാനസ്വരൂപമേ എന്ന വിശേഷണമായി മനസ്സിലാക്കാവുന്നതാണ്. ഇൻപുരു എന്ന പദത്തിൻ്റെ അർത്ഥം ആനന്ദത്തിൻ്റെ ഉറവ എന്നാണ്. ആനന്ദം കിനിഞ്ഞൂറുന്നത് അറിവിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇൻപുരു ചിർച്ചുടരേ എന്നുള്ള സംബോധനയെ ജ്ഞാനോദയമേ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. പൊങ്കും പവക്കടലിർ പടിയാത പടിക്ക് ഉൻ അരുൾ പുരിവായ്. ഇതാണ് പാടലിലെ രണ്ടാമത് വരി. പവക്കടൽ ഭവസാഗരമാണ്. പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ ആകർഷിക്കപ്പെടുന്നതുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. സുഖത്തിൻ്റെ അഭാവമാണ് ദുഃഖം. ഭൗതിക സുഖങ്ങളെല്ലാം നൈമിഷിക ഇന്ദ്രിയാനുഭവങ്ങൾ മാത്രമാകുന്നു എന്നും സുഖത്തിൻ്റെ അഭാവമാകുന്നു ദുഃഖം എന്നുമുള്ള അറിവ് മനസ്സിൽ ഉറച്ചു കിട്ടിയാൽ പിന്നെ അറിവിൽ നിന്നും ഉറന്നു വരുന്ന ആനന്ദം മാത്രമേ സുഖമായി അനുഭവപ്പെടുകയുള്ളൂ. വിഷയസുഖങ്ങൾക്ക് പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി ശരിയായ ബോധ്യമാർജിച്ചെടുത്ത ശേഷം ആത്മസംയമന ബുദ്ധിയോടുകൂടി മുന്നേറിയാൽ ജീവിതം ആനന്ദകരമാക്കി തീർക്കുവാൻ പ്രയാസമുണ്ടാവില്ല. ശരിയാം വണ്ണം അറിയുക എന്നാണ് പുരിയുക എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം. ജ്ഞാനാനന്ദത്തിനും അപ്പുറത്തായി മറ്റൊരു ആനന്ദമില്ല എന്ന് മനസ്സിലാക്കിയ ധ്യാനയോഗിയുടെ നിർവ്യാജമായ ഇച്ഛാശക്തിയുടെ വാങ്മയമാണ് ഈ പ്രാർത്ഥന. തിരുമുടിക്കെട്ടിൽ ചന്ദ്രക്കല ചൂടി വിരാജിക്കുന്ന ദിവ്യ തേജോമയാനന്ദമേ, തങ്കക്കൊടിയേ, എന്നെ തടുത്ത് ആൾക്കൊള്ളുവായി കരുണാനിധിയേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. ചേർത്തു നിർത്തി ആനന്ദിപ്പിക്കുക എന്നാണ് തടുത്ത് ആട്കൊള്ളുവായി എന്ന പ്രയോഗത്തിൻ്റെ വാച്യാർത്ഥം. ശിവൻ ഭക്തനിലേക്ക് ആവേശിച്ചിറങ്ങുന്നതും ഭക്തനെ ശിവനിലേക്ക് ആവേശിപ്പിക്കുന്നതും തമ്മിൽ താത്വികമായ അന്തരമില്ല. സഖാഭക്തിയും ദാസ്യഭക്തിയും സമന്വയിക്കുന്ന ഒരു പ്രത്യേകതരം ഭക്തിഭാവത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. ശിവതത്വപ്പൊരുളിൽ സ്വയം ആലീനമഗ്നനായി തീരണം എന്നുള്ള ഇച്ഛാശക്തിയും ജന്മനിയോഗവും ഉണ്ടായാൽ മാത്രമേ ആ വിലീന പ്രക്രിയ സാധ്യമായി തീരൂ എന്നുള്ള തിരിച്ചറിവോടുകൂടിയുള്ള പ്രാർത്ഥനയാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.